And welcome to the new video. In this video, I'll be discussing about DSP question paper for December 2018. Okay. ഇപ്പോൾ വീണ്ടും പറയാണ് ഇതിലും ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ കൂടുതലും തിയറി ടൈപ്പ് തന്നെയാണ്. സോ തിയറിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ തിയറിയും കൂടെ പഠിച്ചു കഴിഞ്ഞാലാണ് പാസ്സാവാൻ എളുപ്പമായിട്ട് വരുള്ളൂ. പ്രോബ്ലംസ് മാത്രം നോക്കി പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും ഇത് തന്നെയാണ് തിയറിയാണ്. ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ. So state first question, any five properties of DFT. Just state ചെയ്താൽ മതി. 5 പ്രോപ്പർട്ടി ഓരോന്നിനും 1 മാർക്ക് വെച്ച് കിട്ടും. സോ 5 പ്രോപ്പർട്ടീസ് 1 മാർക്ക് ഈച്ച്. അതിൻ്റെ പ്രൂഫും കൂടിയും വേണ്ട, സ്റ്റേറ്റ് ചെയ്താൽ മതി. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഇത് പറ്റാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് എന്തായാലും പഠിച്ച് വെക്കുക തന്നെ ചെയ്യുക. സ്റ്റേറ്റ് ചെയ്യാൻ മിനിമം 5 ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സിംഗിൾ സ്റ്റേജ് ലാറ്റിസ് സ്ട്രക്ചർ ഫോർ ആൻ FIR ഫിൽട്ടർ വിത്ത് നീറ്റ് ഡയഗ്രാം ആൻഡ് ഇക്വേഷൻ. ഇത് റയർ ആയിട്ടാണ് ചോദിക്കാറുള്ളത് ലാറ്റിസ് സ്ട്രക്ചർ, പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ സ്റ്റേജ് ലാറ്റിസ് സ്ട്രക്ചർ വിത്ത് ഇക്വേഷൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ഡയഗ്രത്തിന് 3 മാർക്കും ഇക്വേഷന് 2 മാർക്കുണ്ട്. ലാറ്റിസ് ഡയഗ്രാം വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് ആ ക്രോസ് ഇട്ട അത് വരച്ച് പോകാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതാൻ പറ്റുള്ളൂ. And third question, for the analog transfer function h of s equal to 1 by s plus 1 into s plus 2, determine h of z by using impulse invariance method. So impulse invariant transformation ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതുന്നതിന് 2 മാർക്കും അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് h of z കണ്ടുപിടിക്കുന്നതിന് 3 മാർക്കാണ്. അപ്പോൾ അത് പറ്റാവുന്നിടത്തോളം നമ്മൾക്ക് പറ്റാവുന്ന പോലെ സിംപ്ലിഫൈ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് എക്സാക്ട് ഒരു ഇതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും മുഴുവൻ മാർക്ക് കിട്ടും. ദെൻ വാട്ട് യു understood by linear phase response, mention the characteristics of linear phase FIR filter. ഇപ്പോൾ linear phase response പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ്. സോ അതെന്താണെന്ന് പറയുന്നത് 2 മാർക്കും, ക്യാരക്ടറിസ്റ്റിക്സ് 3 മാർക്കും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. വാട്ട് ഈസ് മെൻ ബൈ പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ ഇൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. സോ പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എററിൻ്റെ വീണ്ടും തിയറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിക്കുക. ഡെഫിനിഷന് 3 മാർക്ക്, എക്സ്പ്ലനേഷന് 2 മാർക്കാണ് വരുന്നത്. Next question, define zero input limit cycle oscillation with example. ഇപ്പോൾ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ വെറുതെ പറഞ്ഞാൽ പോരാ, എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ലിമിറ്റ് സൈക്കിൾ നമ്മൾ അത്യാവശ്യം ചെയ്തിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ എക്സാമ്പിൾ ഓർത്ത് അതും കൂടി അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡെഫിനേഷന് 3 മാർക്കും, എക്സാമ്പിളിന് 2 മാർക്കും ഉണ്ട്. എക്സാമ്പിൾ വന്നാലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. Then define the function of program counter, program address register, stack, microstack. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് ഫംഗ്ഷൻ പറഞ്ഞാൽ മതി. വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാക്കും മൈക്രോ സ്റ്റാക്കും ഒന്നും ഇത് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. 5 മാർക്കിലത്തെ 4 പോർഷനാണ്. ഓക്കെ. ഇപ്പോൾ പ്രോഗ്രാം കൗണ്ടറിന് 1.5 മാർക്ക്, ബാക്കി പ്രോഗ്രാം അഡ്രസ് രജിസ്റ്ററിന് 1.5 മാർക്ക്, സ്റ്റാക്കിനും മൈക്രോ സ്റ്റാക്കിനും ഓരോ മാർക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എഴുതിയാൽ മതി. And how the instruction set of TMS320 processor is classified. വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ്. മുന്നേയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ എഴുതിയ 5 മാർക്ക്. അത്ര ഡീറ്റെയിൽ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. Again പാർട്ട് ബി മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് തന്നെയായിരിക്കും, ഡെസിമേഷൻ ടൈം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ദ 8-point DFT ഓഫ് എക്സ് ഓഫ് എൻ യൂസിങ് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി അൽഗോരിതം എക്സ് ഓഫ് എൻ 0 up to 7 തന്നിട്ടുണ്ട്. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ആണ്. സോ 8, 4, 2 ഓർഡറിൽ ചെയ്ത് പോവുക. ആഫ്റ്റർ സബ്ട്രാക്ഷൻ ആണ് അത് ഇത് വരുന്നത്, ട്വിറ്റിൽ ഫാക്ടർ വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഇൻപുട്ട് നോർമൽ ഓർഡറിലും ഔട്ട്പുട്ട് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലുമാണ്. ഇത്രയാണ് അതിൽ ശ്രദ്ധിച്ച് ഓർത്തേക്കേണ്ട കാര്യം. അപ്പോൾ അതിൻ്റെ സ്കീമും മുന്നത്തെ പോലെ തന്നെ ആയിരിക്കും. ബട്ടർഫ്ലൈ ഡയഗ്രത്തിന് വ്യത്യാസമുണ്ട്, 5 മാർക്ക് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ തന്നെ 5 മാർക്ക് കിട്ടും. പിന്നെ സ്റ്റെപ്സിന് 3 മാർക്കും ഫൈനൽ ആൻസറിന് 2 മാർക്കാണ്. ഇപ്പോൾ ചില സ്കീമുകളിൽ 3 മാർക്കാണ് ബട്ടർഫ്ലൈ ഡയഗ്രത്തിന് പറയുന്നത്, പക്ഷേ ഇതിലിപ്പോൾ അവസാനം കണ്ട 2 5 മാർക്ക് പറയുന്നുണ്ട്. ഓക്കെ. Then perform the linear convolution of the following sequence using overlap add method. H of n equal to 1 minus 2, 2 minus 1, 3 minus 4, 4 minus 3 and h of n equal to 1 minus 1. So add method ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ m എന്ന് പറയുന്നത് 2 ആണ്. m-1 ടേംസ് വെച്ചിട്ട് ചെയ്ത് അവസാനം ആഡ് ചെയ്യുക ഫൈനൽ റിസൾട്ട് കിട്ടുന്ന നേരത്തെ. അതിന് മുന്നേ നിങ്ങൾക്കിത് നമുക്ക് ചെക്ക് ചെയ്ത് വയ്ക്കാം. നമ്മുടെ നോർമൽ ആ ഒരു മാട്രിക്സ് മെത്തേഡ് റോ ആയിട്ട് ഈ എലമെൻസും കോളമായിട്ട് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഡയഗണൽ ഗ്രൂപ്പിംഗ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ ആദ്യം തന്നെ കണ്ടുപിടിച്ച് വയ്ക്കുക, അതിലേക്ക് എത്തിക്കുക തെറ്റാണ്ടിരിക്കാൻ. ഓക്കെ. അതിൻ്റെ സ്കീം
സെക്ഷനലൈസ് ചെയ്യുന്നതിന് ഒരു മാർക്കാണ്. ഇപ്പോൾ മൂന്നെണ്ണം വെച്ചിട്ട് തന്നെ എടുക്കുക. നമ്മൾ എടുക്കുമ്പോൾ സാമ്പിൾ ചെയ്യുന്ന സമയത്ത് 1 - 2 എടുക്കുക ഫസ്റ്റ് സാമ്പിളായിട്ട്. അപ്പോൾ ആ സെക്ഷനലൈസ് ചെയ്യുന്നതിന് ഒരു മാർക്ക് ഉണ്ട്. പിന്നെ കൺവല്യൂഷൻ ചെയ്യുന്നതിന് 2 മാർക്കും ഫൈനൽ റിസൾട്ടിന് 2 മാർക്കും ആണ് റിസൾട്ട്. ഇതാണ് വരിക. ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്തെടുക്കുക. 1 - 3 4 - 3 4 - 7 8 - 7 3. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിറ്റർമിൻ ദ കാസ്കേഡ് ഫോം റിയലൈസേഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് FIR ഡിജിറ്റൽ ഫിൽറ്റർ ഗിവൺ ബൈ. ഡയറക്റ്റ് കാസ്കേഡ് ആയിട്ട് തന്നെ ഉണ്ട്. FIR ആയിട്ട് നമുക്ക് ന്യൂമറേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നറിയാം. ഇത് നമുക്ക് ടെസ്റ്റ് ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ വെച്ച് ഓരോ സെക്ഷനും റിയലൈസ് ചെയ്യുക. കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. സോ റിയലൈസിങ് H1Z 2 മാർക്ക്, H2Z 2 മാർക്ക്. ജസ്റ്റ് കണക്ട് ചെയ്യുന്നതിന് ഒരു മാർക്ക്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ H1Z ഇൻറ്റു ഇത് HZ ഈക്വൽ ടു H1Z ഇൻറ്റു H2Z എന്ന് എഴുതുക. H1Z ഈക്വൽ ടു ഈ ടേം എഴുതുക. H2Z ഈക്വൽ ടു ഈ ടേം എഴുതുക. എന്നിട്ട് H1Z ക്യാൻ ബി റിയലൈസ്ഡ് ബൈ ഡയറക്റ്റ് ഫോം ആസ് ബിലോ എന്ന് പറഞ്ഞിട്ട് അത് റിയലൈസ് ചെയ്യുക. അതേപോലെ H2Z അതേപോലെ റിയലൈസ് ചെയ്യുക. എന്നിട്ട് ഫൈനൽ H(Z) ക്യാൻ ബി റിയലൈസ്ഡ് ഇൻ കാസ്കേഡ് ആസ് എന്ന് പറഞ്ഞിട്ട് മുന്നത്തെ രണ്ടും ഒന്ന് കണക്ട് ചെയ്തിട്ട് വരച്ച് കാണിക്കുക. അപ്പോഴാണ് ഫുൾ മാർക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ. ദെൻ റിയലൈസ് യൂസിങ് ഡയറക്റ്റ് ഫോം 1, ഡയറക്റ്റ് 2 form and cascade form representation of the filter given by the transfer function. So transfer function തന്നിട്ടുണ്ട്. അതിൻ്റെ direct form 1, direct form 2 and cascade realization ചെയ്യാം. ഇത് direct form 1ഉം direct form 2ഉം കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അപ്പോൾ അതാണ് ആദ്യം ഒന്ന് ചെയ്യേണ്ട കാര്യം വരിക. പിന്നെ കാസ്കേഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1/4 z-1 എടുക്കാം. അടുത്തത് 8 - 4 z-1 plus 11 z-2 minus 2 z-3 divided by ഈ term 1 - z-1 plus 1/2 z-2. എന്നിട്ട് രണ്ടിനെയും ഡയറക്റ്റ് ഫോം 2 വെച്ച് റിയലൈസ് ചെയ്തിട്ട് ഒന്ന് കാസ്കേഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. മറ്റേ കേസിലാകുമ്പോൾ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും മാത്രം ആദ്യത്തെ രണ്ടെണ്ണം കാണാൻ. അപ്പോൾ ഇതിൻ്റെ സ്കീം ഇതാണ്. ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ വിത്ത് സ്ട്രക്ചർ 3 മാർക്ക്, ഡയറക്റ്റ് ഫോം 2ന് 3 മാർക്ക്, കാസ്കേഡിനാണ് 4 മാർക്ക് വരുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും അതിനൊരു ഫൈനൽ കറക്റ്റ് ആൻസർ കാസ്കേഡിൻ്റെ കേസിൽ വരില്ല. ഡയറക്റ്റ് ഫോം 2 സെയിം തന്നെ വരും. എക്സ്പാൻഡ് ചെയ്യണം, അത് ശ്രദ്ധിക്കുക. ആൻഡ് പാർട്ട് സി, ഡിസൈൻ ഓഫ് ഫിൽറ്റേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, using bilinear transformation, design a Butterworth filter which uses a sampling rate of 1 kHz to satisfy the following specifications. 0.8 less than or equal to mod h of e raised to j omega less than or equal to 1, 40 less than or equal to mod omega less than or equal to 0.2 pi, mod h of j omega less than or equal to 0.24 mod omega greater than or equal to 0.6 pi. സോ ഇതിൽ നമുക്ക് 1/√(1 + എപ്സിലോൺ സ്ക്വയറും 1/√(1 + ലാംഡ സ്ക്വയറും ആണ് തന്നിട്ടുള്ളത്. ഒമേഗ പിയും ഒമേഗ എസും തന്നിട്ടുണ്ട്. ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാമ്പിളിംഗ് റേറ്റ് തന്നിട്ടുണ്ട് 1 kHz ആണെന്നുള്ളത്. സാമ്പിളിംഗ് റേറ്റ് തന്നിട്ടുണ്ട് 1 kHz. എഫ് ആണ്. ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ 1/1 kHz ആണ്. ഓക്കെ. ഇതിൻ്റെ സ്കീം ജസ്റ്റ് നമുക്ക് നോക്കാം. പ്രീ വാർപ്പിംഗ് ചെയ്യണം എന്തായാലും, അത് ഒരു മാർക്ക്. പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ദ ഓർഡർ ആൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് 3 മാർക്ക്. ദെൻ കാൽക്കുലേഷൻ ഓഫ് എച്ച് ഓഫ് എസിന് 2 മാർക്ക്. ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ 1 മാർക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് 3 മാർക്ക്. അങ്ങനെയാണ് ഡിവിഷൻ പോയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും പ്രീ വാർപ്പിംഗ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ദെൻ ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എച്ച് ഓഫ് എസ് ടു എച്ച് ഓഫ് സെഡ് യൂസിങ് ഇമ്പൾസ് ഇൻവാരിയൻറ്റ് മെത്തേഡ്. ഡിസ്കസ് അബൌട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതതിൻ്റെ തിയറിയാണ്. ഇമ്പൾസ് ഇൻവാരിയൻറ്റ് മെത്തേഡിൻ്റെ തിയറിയാണ്. ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. സോ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ 2 മാർക്ക്. അത് 13. ഓക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കി പറയുന്നതിനാണ് മാർക്ക് വരുന്നത്. കമ്പയർ റെക്ടാങ്കുലർ ആൻഡ് ഹാമിംഗ് വിൻഡോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിക്വയർഡ് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ ആണ് വിത്ത് ഇക്വേഷൻസ്. ഓക്കെ. അപ്പോൾ വിൻഡോ ഫംഗ്ഷൻ 1 മാർക്ക്, ഫീച്ചേഴ്സിന് 3 മാർക്ക്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഒരു ഡയഗ്രാം കൂടി ഉണ്ടായിരുന്നു വീഡിയോയിൽ, അതുകൂടി പറയുകയാണെങ്കിൽ നല്ലത്. ദെൻ യൂസിങ് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് ഡിസൈൻ എ ബാൻഡ് ഫാസ്റ്റ് ഫിൽറ്റർ വിത്ത് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. സാമ്പിളിംഗ് ഫ്രീക്വൻസി 10 kHz, കട്ട് ഓഫ് ഫ്രീക്വൻസി FC1 2000 kHz, FC2 4000 kHz, n equal to 7 എടുത്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെപ്സിന് 5, HK സെലക്ഷന് 3, ഫൈനൽ ആൻസറിന് 2. ഓക്കെ. ദെൻ പാർട്ട് ഡി. First question, 15th question. In the given IIR system, the products are rounded to 4 bits including the sign bits. H of z equal to 1/1 minus 0.35 z raised to minus 1 into 1 minus 0.62 z raised to minus 2. Find the output roundhouse noise power in direct form realization.
അത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിന് എക്സാക്ട് സെയിം തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് നോക്കുക. പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എററിൻ്റെ അവിടെ അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് 5 മാർക്ക് ക്വസ്റ്റ്യനാണ്. മോഡലിന് 2 മാർക്കും, ഇക്വേഷൻ 2 മാർക്കും, കാൽക്കുലേഷന് 3 മാർക്കും 7 മാർക്ക് അങ്ങനെയാണ് വരുന്നത്. ദെൻ കമ്പയർ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്മെറ്റിക്. ജസ്റ്റ് തിയറി ആണ്, 3 മാർക്ക് ഓരോ പോയിന്റിനും. Then what are the methods used to prevent overflow in digital filter implementation? ഇപ്പോൾ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് തിയറി നോക്കി എഴുതുക. ഇപ്പോൾ സാച്ചുറേഷൻ അരിത്മെറ്റിക് 2.5 മാർക്ക്, സ്കെയിലിംഗ് 2.5 മാർക്ക്. 2 മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സാച്ചുറേഷൻ അരിത്മെറ്റിക്കും സ്കെയിലിംഗ്. അപ്പോൾ അതിൽ ആ ഡയഗ്രം ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ. Define any 5 IO input output instruction used in TMS 320 C24X. ഏതെങ്കിലും 5 എണ്ണം ഓരോന്നിനും 1 മാർക്ക് വെച്ചിട്ട് ഡിഫൈൻ ചെയ്താൽ മതി, എക്സ്പ്ലെയിനും ചെയ്യാൻ നിൽക്കണ്ട. വാട്ട് ആർ ദ അഡ്രസ്സിംഗ് മോഡ്സ് ഇൻ TMS 320 C24X processors? അത് ഡിസ്ക്രൈബ് വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സ് പറഞ്ഞ് വിത്ത് എക്സാമ്പിൾസ് ഡിസ്ക്രൈബ് ചെയ്യണം. സോ ലിസ്റ്റ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് 6 മാർക്ക്, എക്സാമ്പിൾസ് 4 മാർക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ.